ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കുട്ടി കഥ കേട്ടാലോ? ആ കഥ വേറെ ആരെക്കുറിച്ചുമല്ല, എന്നെക്കുറിച്ച് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ദിവസങ്ങളായിരുന്നു അച്ഛൻ്റെ മരണശേഷമുള്ള 6 മാസങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതെൻ്റെ പോസ്റ്റ് പാർട്ടം ടൈമും കൂടിയായിരുന്നു. ഒരു മനുഷ്യന് ഏറ്റവും വലിയ ദുഃഖവും ഏറ്റവും വലിയ സന്തോഷവും ഒരുമിച്ച് തന്ന അതെങ്ങനെയായിരിക്കുമെന്ന് ആ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. പല ദിവസങ്ങളിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊരു സ്വപ്നമായിരിക്കണമെന്ന്. ചിലരുടെ ജീവിതങ്ങൾ അങ്ങനെയായിരിക്കാം. ഈ ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. അത് മറികടക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഞാൻ ആദ്യമായി ഉണ്ടാക്കിയത് ഒരു സിൽക്ക് ത്രെഡ് ബാംഗിൾസിന്റെ സെറ്റായിരുന്നു. ആ ബാംഗിൾ സെറ്റാണ് ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ്. തുടക്കത്തിൽ എനിക്കിതൊരു സ്മോൾ ബിസിനസ് ആക്കി മാറ്റണമെന്നുള്ള ചിന്തയേ ഇല്ലായിരുന്നു. കുറേ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി നോക്കി. അതിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസിലാണ് ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ജ്വല്ലറി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് ഒത്തിരി ദിവസങ്ങൾ എടുത്തു. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അന്ന് ഞാൻ വാങ്ങിച്ച മെറ്റീരിയൽസും അത് വെച്ചുണ്ടാക്കിയ ഹെയർ ആക്സസറീസും ജ്വല്ലറീസുമാണ്. ശരിക്കും ഞാൻ കുറേ ദിവസങ്ങൾ എടുത്താണ് ജുവലറി ഉണ്ടാക്കുവാനും ഹെയർ ആക്സസറി ഉണ്ടാക്കുവാനും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വിൽക്കുന്ന കട കണ്ടെത്തിയത്. ഈ ദിവസങ്ങളിലാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്. കുറച്ചധികം എഫേർട്ട് ഇട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നുണ്ടായ ഒരു കോൺഫിഡൻസിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുകയും ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്യുവാനും തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട കുറേ പേര് എൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു എങ്കിലും സാമ്പത്തികമായി എനിക്കിതൊരു നഷ്ടമായിരുന്നു. ഇത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിൽ നിന്നെല്ലാം ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, ടൈമും ഇൻവെസ്റ്റ് ചെയ്യണം. നഷ്ടങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് എപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി മടിയും കാണിക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.